രണ്ടാമത്തെ വ്യക്തികളൊക്കെ അവിടെ അതിന്റെ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല. ആളുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കൊണ്ടു അതുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടണം. ഇതിനകത്ത് രണ്ട് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടായിരിക്കും. The first one is negative attitude. Second one is positive attitude. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ആദ്യം വേണ്ട കാര്യം പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെ അതിൽ ഉറങ്ങി എണീറ്റിരുന്നാൽ ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇന്നും ചെയ്യുന്നത്, കണ്ണാടിയിലേക്ക് നോക്കി എന്റെ പ്രതിബിംബത്തോട്, എന്റെ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡിനോട്, ഞാൻ അകത്തുള്ള കണ്ണാടിക്കകത്തുള്ള എന്റെ പ്രതിബിംബം എന്റെ പോസ്റ്റ് കോൺഷ്യസ് മൈൻഡ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസവും പറയും, ഇന്നത്തെ ദിവസം ഇന്നലത്തെ കൂടുതൽ മനോഹരമാക്കുക, ഇന്നത്തെ ദിവസം ഞാൻ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നമ്മൾക്ക് മാത്രമേ നമ്മുടെ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പോസിറ്റിവിറ്റി പുറത്തെടുക്കുക പറയുന്നതാണ് ഏറ്റവും പ്രധാനം. So be positive always. The attitude is very important. So management എന്നുള്ള രീതിയിലേക്ക്, ഒരു പ്രൊപ്പറേറ്റർ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ സ്റ്റാഫിനെ ഏത് സമയത്തും പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വന്നിട്ട് ഒരു ആശയത്തിലൂടെ പറയുമ്പോൾ നെഗറ്റീവായിട്ട് തട്ടി മാറ്റാതെ അതിനകത്ത് പോസിറ്റിവിറ്റി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ ബ്രെഡില് ഒരു കുട്ടി ബട്ടർ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിചാരിച്ചു ഈ ബ്രെഡ് വീഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കാർപ്പറ്റിലേക്ക് വീഴുമ്പോൾ ബട്ടറുള്ള ഭാഗം വീഴുന്നത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് നോട്ടീസ് പറയുന്നത് ബട്ടർ വീഴാം. അത് കുട്ടി നേരെ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെ സംഭവിക്കാൻ പാടില്ല? കാരണം അമ്മയും നെഗറ്റീവാണ്, ഈ ജീവിതം മുഴുവൻ കേട്ടുന്നത് മുഴുവൻ നെഗറ്റിവിറ്റി അറിയാത്തുള്ളത്. അമ്മ പറഞ്ഞു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അച്ഛൻ പറഞ്ഞു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല.